എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടറോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായ റീഡിംഗ് ആണ് നാം ഇവിടെ നടത്തുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്ക് അടുക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് 3 ടറോട്ട് കാർഡുകളാണ്. പതിപോലെ നമ്മൾ 3 ടറോട്ട് കാർഡുകൾ വെച്ചുകൊണ്ടാണ് ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരാളുടെ റീഡിംഗ് പറയുന്നത്. സ്വാഭാവികമായിട്ടൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഒന്നാമത്തെ കാർഡ് ഹൈ പ്രസ്റ്റസ് എന്ന് പറയുന്ന കാർഡാണ്. എന്താണ് നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്ക് അടുക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള സംശയങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ചില വിഷയങ്ങളെയും അത് പ്രതിനിധീകരണം ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയിലേക്ക് കടക്കാൻ സാധിക്കുമോ എന്നതിനേക്കാൾ ആദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത് എന്നതിലേക്ക് അവലോകനം ചെയ്യാനാണ് പറയുന്നത്. ഈ നിങ്ങളുടെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ആ വ്യക്തിയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുമ്പോഴും ആ വ്യക്തിയിലേക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയം ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ ആ വ്യക്തിക്കും ആ സംശയമുണ്ട്, നിങ്ങൾക്കും ആ സംശയമുണ്ട്. മാനസികമായിട്ട് എന്തൊക്കെയോ ഉരുത്തിരിയുന്നു. ഒരുപക്ഷെ ഇതൊരു മറ്റാരുടെയെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഒരു ദുസ്വാധീനത്തിൻ്റെ ഫലമാകാം. ഒരുമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോഴും ഉള്ളിലൊരു ആശങ്ക സങ്കീർണമാകുന്നു. ആ വ്യക്തിക്കുണ്ടാകാം. അത് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. നിങ്ങളുടെ മനസ്സിൽ ആ ആശങ്ക ഇല്ലാതെ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എവിടെയാണ് ആശങ്കയുടെ തുടക്കം, എവിടെ നിന്നാണ് ആശങ്ക ഉണ്ടാകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. ഈ കാർഡ് പറയുന്നത് എന്തോ ഒരു തടസ്സം ഉണ്ടാകും. അത് ഒരുമിച്ച് നിൽക്കുന്ന ആരെങ്കിലും ആ തടസ്സം ഉണ്ടാക്കുന്നതാണോ, അല്ലെങ്കിൽ ആ തടസ്സം ആരാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരുന്നു. നിങ്ങളുടെ ഇടയിലുള്ള രഹസ്യങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിട്ട് അത് വഴുതി വീണ് അത് എത്തിക്കേണ്ടവിടത്ത് എത്തിച്ചുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റുന്നതാണോ? സങ്കീർണതകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വിഷമങ്ങൾ, സങ്കടങ്ങൾ എന്നിവ ഉണ്ടാകുകയാണ്. ഏതായാലും ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു വരുന്നു, ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിലൊരു ദുഃഖം ഉണ്ടായിരിക്കുന്നു. നിങ്ങളിലേക്ക് അടുക്കുന്നതിനെ ആരോ പുറകിൽ നിന്നുകൊണ്ട് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളത് വ്യക്തമാണ്. നമുക്ക് അടുത്ത കാർഡിലേക്ക് പോകാം. ദി ലവേഴ്സ് എന്ന കാർഡാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്ക് അടുക്കാൻ കഴിയുമോ എന്നുള്ള ഏറ്റവും ശാസ്ത്രീയമായ ടറോട്ട് കാർഡ് റീഡിംഗ് ആണ് നാം നോക്കുന്നത്. ദി ലവേഴ്സ് എന്ന കാർഡാണ്. ഇത് ശക്തമായ ഒരു ബന്ധത്തിൻ്റെ സൂചനയാണ്. പലരും തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രണയത്തിൻ്റെ ആഴത്തിലുള്ള ദൃഢമേറിയ കാരുണ്യമേറിയ ആ മതിലുകളെ തകർക്കാൻ അവർക്ക് കഴിയുന്നില്ല. ആ വ്യക്തിയുമായി നിങ്ങൾക്കൊരു ആത്മീയ ബന്ധമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിയിലേക്ക് വല്ലാതെ ആഴ്ന്നിറങ്ങിപ്പോയിരിക്കുന്നു. ആ വ്യക്തി അതുപോലെ തന്നെ ഒരു ആകർഷണീയത എപ്പോഴും ഉണ്ട്. അതിൽ ഒരുപക്ഷെ പരസ്പരം ഉള്ള ശാരീരികവും മാനസികവുമായ അടുപ്പവും ആഗ്രഹവും ഒക്കെ ഉണ്ടാകാം. ഉഭയകക്ഷി ബന്ധമാണ് ഇവിടെ ഉള്ളതെന്ന്, അതായത് രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നു. അതിനാൽ ഈ വ്യക്തിയുടെ മനസ്സാക്ഷി മനസ്സിലാക്കുന്നത് വളരെ നിർണായകമായി നിങ്ങളെ സ്നേഹിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആര് വിചാരിച്ചാലും എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും അകറ്റിക്കൊണ്ടു പോകാൻ കഴിയില്ല. അത്ര ദൃഢമായ ഒരു ബന്ധം നിങ്ങളിലും നിങ്ങളുടെ വ്യക്തിയിലും ഇടയിൽ ഉണ്ടാകുന്നു. രണ്ടാമത്തെ കാർഡ് നൽകുന്നത് ഒരു ആഴത്തിലുള്ള പ്രണയബന്ധത്തിൻ്റെ ശേഷിപ്പുകളെക്കുറിച്ചാണ് അത് പറയുന്നത്. ഇപ്പോഴവിടെ ശേഷിക്കുകയാണത്. ശേഷിക്കുക എന്നുള്ള പദം ഉപയോഗിക്കാൻ കാരണം പലരും പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കണമെന്നുള്ള മുകളിൽ നിന്നുള്ളൊരു ശക്തിയുടെ തീരുമാനം അവിടെ സംജാതമാകുന്നു. അടുത്ത കാർഡ് ദി ചാരിയോട്ട്, രഥം എന്ന കാർഡാണ്. ഈ കാർഡ് വിജയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിൻ്റെയും പ്രതീകമാണ്. ആ വ്യക്തി ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിലോ ഏതെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലോ അതെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ട് തന്നെ പോകാൻ സാധിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാകുകയാണ് ഇവിടെ. ആ വ്യക്തിയുടെയും നിങ്ങളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് പരസ്പരം ഇഷ്ടപ്പെടുകയാണ്.
അത് ഇനി മറച്ചു വെക്കാൻ നിങ്ങൾ തയ്യാറല്ല. എല്ലാ പരിധികളും വിട്ട് ആ പ്രണയത്തിൻ്റെ പോസിറ്റീവ് എനർജിയിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി നിങ്ങൾ രണ്ടുപേരും ഇല്ലാതെ കഴിയില്ല. എല്ലാ തലങ്ങളിലും എല്ലാ കാര്യങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് പ്രണയിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നു. ആ ടെൻഡൻസിയെ തച്ചുടച്ചുകൊണ്ട് പോകാൻ കഴിയുന്നില്ല. ആ ടെൻഡൻസി വളരെയധികം ദൃഢതയോടെ നിങ്ങളിലേക്ക് വരികയാണ്. ആരൊക്കെ മുൻപ് അതൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും ആരൊക്കെ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അതൊന്നും കഴിയില്ല, അതൊന്നും സാധിക്കില്ല. കാരണം ആ ബന്ധത്തിൻ്റെ ദൃഢതയെ തകർക്കാൻ, തച്ചുടക്കാൻ സാധിക്കില്ല. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഈ ബന്ധത്തെ തച്ചുടക്കാനോ തകർക്കാനോ ആർക്കും കഴിയില്ല. അത് വലിയ തരത്തിലുള്ള ദൃഢതയോടെ, വലിയ തരത്തിലുള്ള പാരമ്യതയിൽ അത് എത്തുകയാണ്. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് പരസ്പരം പറയാൻ കഴിയണം. വെല്ലുവിളിക്കുന്നൊരു ചിത്രം പോലെ നിങ്ങൾക്ക് കാണാം ഈ ലോകത്തെ മുഴുവനും. ആ വ്യക്തി നിങ്ങളുടെ അടുത്തും നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തും ഒരുമിച്ച് നിൽക്കുമ്പോൾ മറ്റൊന്നും നിങ്ങൾക്ക് തടസ്സമാകുന്നില്ല. എല്ലാത്തിനെയും അവഗണിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.